ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ അൽഫോൻസാമയുടെ ദിവ്യകാരുണ്യ ആരാധനയുടെ 3-ാം ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ വളരെ മനോഹരവും അർത്ഥപൂർണവും ഹൃദ്യവുമായ ഒരു പ്രാർത്ഥനയോടെ ആരംഭിക്കാം. ഓ ഈശോനാഥ, അങ്ങേ ദിവ്യഹൃദയത്തിലെ മുറിവിൽ എന്നെ മറയ്ക്കണമേ. സ്നേഹിക്കപ്പെടുവാനും വിലമതിക്കപ്പെടുവാനുമുള്ള എൻ്റെ ആശയിൽ നിന്നും എന്നെ വിമുക്തയാക്കണമേ. കീർത്തിയും ബഹുമാനവും സമ്പാദിക്കണമെന്നുള്ള ദുഷിച്ച ഉദ്യമത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. ഒരു പരമാണുവും അങ്ങേ ദിവ്യഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാലയിലെ ഒരു പൊരിയുമാകുന്നത് വരെ എന്നെ എളിമപ്പെടുത്തണമേ. സൃഷ്ടികളെയും എന്നെ തന്നെയും മറന്നു കളയുന്നതിനുള്ള അനുഗ്രഹം എനിക്ക് തരണമേ. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത മാധുര്യമായ എൻ്റെ ഈശോയെ, ലൗകികാശ്വാസങ്ങളെല്ലാം എനിക്ക് കൈപ്പായി പകർത്തണമേ. നീതിസൂര്യനായ എൻ്റെ ഈശോയെ, അങ്ങയുടെ ദിവ്യകതിരിനാൽ എൻ്റെ ബോധത്തെ തെളിയിച്ച് ബുദ്ധിയെ പ്രകാശിപ്പിച്ച് ഹൃദയത്തെ ശുദ്ധീകരിച്ച് അങ്ങയുടെ നേർക്കുള്ള സ്നേഹത്താൽ എരിയിച്ച് എന്നെ അങ്ങയോടൊന്നിപ്പിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥനയുടെ ഓരോ വരികളും വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. അവളുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന പ്രാർത്ഥനയാണ് ഇത് വെറും അധരത്തിൽ നിന്ന് ഉതിർന്നു വന്നതല്ല. എന്നാൽ വിശുദ്ധ അൽഫോൻസാമയ്ക്ക് ഈശോയോടുള്ള അതിരറ്റ സ്നേഹത്തിൽ നിന്ന്, അവളുടെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വന്ന മനോഹരമായൊരു പ്രാർത്ഥന. അവളുടെ ഏകാന്തതയിലും സഹനത്തിലും രോഗത്തിലും ദുരിതത്തിലുമെല്ലാം വിശുദ്ധ അൽഫോൻസാമയുടെ ഹൃദയത്തിൽ നിന്ന് ഉതിർന്നു വന്ന വാക്ക് ഒന്നേ ഈശോയെ എന്നുള്ളത്. ഇന്നത്തെ ദിവസം വിശുദ്ധ അൽഫോൻസാമയുടെ അത്ഭുതങ്ങളെക്കുറിച്ചല്ല പറയാൻ ആഗ്രഹിക്കുന്നത്, മറിച്ച് അവളുടെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ചാണ്. അതിനു മുൻപ് 1-2 ചോദ്യങ്ങളായാലോ? എങ്ങനെയാണ് അൽഫോൻസ എന്ന അന്നക്കുട്ടി എന്ന ആ പെൺകുട്ടിക്ക് ബാല്യം മുതലേ പ്രാർത്ഥന തൻ്റെ ജീവിതത്തിൻ്റെ ശ്വാസമാക്കാനായത്? എങ്ങനെയാണ് രോഗങ്ങളും ദുരിതങ്ങളും അൽഫോൻസായെ വേട്ടയാടിയപ്പോൾ ഈശോയുമായുള്ള ബന്ധത്തിൽ അത്രയേറെ ഉറച്ചു നിൽക്കാൻ അവൾക്കായത്? എങ്ങനെയാണ് തൻ്റെ മരണശയ്യ അവൾക്ക് പ്രാർത്ഥനയുടെ ബലിപീഠമാക്കാൻ സാധിച്ചത്? ഇത് സന്യാസ ആശ്രമത്തിൻ്റെ കവാടത്തിൽ നിന്ന് ആരംഭിച്ചതല്ല, മറിച്ച് ഒരു കുടുംബത്തിൽ നിന്ന് ആരംഭിച്ചതാണ്. പ്രാർത്ഥന ചൈതന്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന്. കൊച്ചന്നക്കുട്ടിയുടെ ഹൃദയത്തിൽ പ്രാർത്ഥനയുടെ അക്ഷരങ്ങൾ എഴുതിയത് അവളുടെ കുടുംബത്തിൽ നിന്ന് ലഭിച്ച അനുഭവങ്ങളിലൂടെയാണ്. സന്ധ്യാസമയത്ത് വീട്ടിൽ ചരൽ വിരിച്ച് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ചാച്ചനും, ജപമാല കയ്യിലേന്തി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നിരന്തരം വഹിക്കുന്ന അമ്മാമ്മയും, വിശ്വാസ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളുമായിരുന്നു അവളുടെ മാതൃക. കുടുംബത്തിൽ നിന്ന് ലഭിച്ച ഈ പ്രാർത്ഥനാ ചൈതന്യം, പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ കണ്ടു വളർന്ന ജീവിതം, ഇതായിരുന്നു പിന്നീട് ദൈവസ്നേഹത്തിലേക്കും വിശ്വാസത്തിലേക്കും വിശുദ്ധ അൽഫോൻസാമയെ നയിച്ചത്. തൻ്റെ വീട്ടിലുള്ളവർ മുട്ടുകുത്തുമ്പോൾ അവളും മുട്ടുകുത്തി. തൻ്റെ ഭവനത്തിലുള്ളവർ ജപമാല കൈകളിലെടുത്തപ്പോൾ അവളും ജപമാല കൈകളിലെടുത്തു. അവരുടെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വന്ന ദൈവനാമ സ്തുതികളായിരുന്നു അൽഫോൻസായുടെ ജീവിതത്തിന് വിശ്വാസത്തിൻ്റെ വെളിച്ചം പകർന്നത്. വിശുദ്ധ അൽഫോൻസായുടെ ജീവിതത്തെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ അത്ഭുതപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. എപ്പോഴായിരുന്നു വിശുദ്ധ അൽഫോൻസാമ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? രാവിലെയോ വൈകുന്നേരമോ? ജപമാല കൈകളിൽ എടുക്കുമ്പോഴോ? വിശുദ്ധ കുർബാനയ്ക്കോ? അതോ ദിവ്യകാരുണ്യ ആരാധനയുടെ സമയത്തോ? അപ്പോഴും ഉണ്ടായിരുന്നു. എങ്കിലും നിശ്ചയിക്കപ്പെട്ട പ്രാർത്ഥനകളേക്കാൾ, നിശ്ചയിക്കപ്പെട്ട സമയങ്ങളേക്കാൾ അവൾ കൂടുതലായി പ്രാർത്ഥിച്ചിരുന്നു. സന്തോഷം വരുമ്പോൾ ഈശോയുടെ മുൻപിലിരുന്ന് പൊട്ടിച്ചിരിക്കും. സങ്കടം വരുമ്പോൾ ഈശോയുടെ മുൻപിലിരുന്ന് അവൾ മനസ്സ് തുറക്കും. പിറുപിറുപ്പും അസ്വസ്ഥതയും വരുമ്പോൾ തൻ്റെ ദിവ്യനാഥൻ്റെ അരികിൽ പോയിരുന്ന് അവയെല്ലാം പങ്കുവയ്ക്കും. തന്നെ ആരും മനസ്സിലാക്കാതെ വരുമ്പോൾ ഈശോയുടെ അരികിൽ പോയിരുന്ന് എല്ലാം മനസ്സിലാക്കുന്നവൻ്റെ അരികിലിരുന്ന് എല്ലാം പങ്കുവയ്ക്കും. ഇതായിരുന്നു അൽഫോൻസാമയുടെ പ്രാർത്ഥനയുടെ പ്രത്യേകത. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും ഒത്തിരിയേറെ തിരക്കുകളിലൂടെ കടന്നു പോകുന്നവരാണ് ഇന്നത്തെ ലോകത്തിൽ.
ജോലിയുടെയും ഉത്തരവാദിത്തങ്ങളുടെയും കുടുംബങ്ങളുടെ കടമ നിർവഹിക്കലിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ പലപ്പോഴും പലരും പറയാറുണ്ട്, പള്ളിയിൽ പോകാൻ സമയമില്ല, പ്രാർത്ഥിക്കാൻ സമയമില്ല എന്നെല്ലാം. എന്നാൽ ദേവാലയത്തിൻ്റെ ചുവരുകൾക്കുള്ളിൽ മാത്രമല്ല ഈശോയുള്ളത്. നമ്മുടെ ജീവിതത്തിൻ്റെ നടുവിലും അവിടുത്തെ സാന്നിധ്യം നിരന്തരമുണ്ട്. ഒന്ന് സങ്കടം വരുമ്പോൾ ഈശോയുടെ അരികിൽ പോയിരുന്ന്, ഈശോയെ, എനിക്ക് ഇത്രയും സങ്കടമുണ്ട്, നീ അതൊന്ന് ഏറ്റെടുക്കണേ. സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിൽ ഇത്രയേറെ സന്തോഷം നീ എനിക്ക് തന്നല്ലോ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു. ആരും മനസ്സിലാക്കാതെ വരുമ്പോൾ, ഒത്തിരിയേറെ വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയുടെ അരികിൽ പോയിരുന്ന്, ദൈവമേ, എൻ്റെ ഹൃദയം ഇതാ, ഒത്തിരിയേറെ സങ്കടങ്ങളിലൂടെ ഞാൻ കടന്നു പോകുന്നു, നീ ഒന്നെന്നെ ആശ്വസിപ്പിക്കണമേ എന്നൊന്ന് പറഞ്ഞാൽ മാത്രം മതി. ഇത് മാത്രമാണ് ഈശോ ആഗ്രഹിക്കുന്ന പ്രാർത്ഥന. ഒത്തിരിയേറെ വാക്കുകളോ ഒത്തിരിയേറെ വാചാലമായ പ്രാർത്ഥനകളോ ഒന്നും ചൊല്ലിക്കൂട്ടേണ്ട ആവശ്യമില്ല. അതിനേക്കാളെല്ലാം ഉപരിയായി ഹൃദയത്തെ ചൊരിയുക മാത്രമാണ് വേണ്ടത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ അൽഫോൻസാമ നമുക്ക് കാണിച്ചു തരുന്ന മാതൃകയും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യവും ഇതുതന്നെയാണ്. ജീവിതത്തിലെ അനുഭവങ്ങളും ഓരോ ദിവസത്തിലെ സാഹചര്യങ്ങളും ഈശോയുമായി പങ്കുവെക്കുക. ഓരോ ചെറിയ നിമിഷവും വലിയ പ്രാർത്ഥനയായി മാറുന്ന അത്ഭുതം നമുക്ക് കാണാം. ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് നമ്മുടെ നാഥൻ്റെ മുൻപിൽ തുറന്നു വയ്ക്കാം, അവിടുത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നേരവും സ്തുതിയാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നേരവും സ്തുതിയാരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഭൂമിയിലെങ്ങും അങ്ങയുടെ നാമം എത്ര മഹനീയം! അങ്ങയുടെ മഹത്വം ആകാശങ്ങൾക്കു മീതെ പ്രകീർത്തിക്കപ്പെടുന്നു. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും. അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ ഞാൻ വിവരിക്കും. നിത്യം ജീവിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ, സങ്കീർത്തകൻ അങ്ങയുടെ നാമത്തെയും മഹത്വത്തെയും പാടി സ്തുതിക്കുമ്പോൾ ഞങ്ങളും മുഴുഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, സർവശക്തിയോടെ അങ്ങയുടെ പരിശുദ്ധമായ ഉന്നതമായ നാമത്തെ ഏറ്റുപറഞ്ഞ് സ്തുതിക്കട്ടെ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഹല്ലേലൂയ. ഈശോയെ മഹത്വം, ആരാധന, ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഹല്ലേലൂയ. ഈശോയെ ഹല്ലേലൂയ, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഈശോയെ അങ്ങേക്ക് മാത്രമാണ് മഹത്വം. ഈശോയെ നന്ദി പറയുന്നു, ഈശോയെ സ്തുതിക്കുന്നു. ഈശോയെ അവിടുത്തെ നാമം എത്രയും ഹല്ലേലൂയ. ഈശോയെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു.
പരിഹസിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഈശോയെ ഹല്ലേലൂയ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ ഈശോയെ, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ദൈവമെന്ന് ഞങ്ങൾ അങ്ങയെ പാടി സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തട്ടെ. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. ഈ ലോകമോഹങ്ങളേക്കാൾ ഈ ലോകവിജ്ഞാനത്തേക്കാൾ എല്ലാറ്റിലും ഉപരിയായി ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. ഗുരു, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് ശിഷ്യർ ആവശ്യപ്പെട്ടപ്പോൾ അവിടുന്ന് അവരെ പഠിപ്പിച്ചു. സ്വർഗസ്ഥനായ പിതാവിനെ വിളിച്ചപേക്ഷിക്കാൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ അവിടുന്ന് ഞങ്ങളോട് അരുൾ ചെയ്യുന്നുണ്ട്. പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച്. പ്രിയപ്പെട്ടവരെ, അവിടുന്ന് നമ്മോട് പറയുന്നു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. യേശയ്യാ 55:6 അവിടുന്ന് നമ്മോട് ആവശ്യപ്പെടുകയാണ്, കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ. അവിടുന്ന് അരികെയുള്ളപ്പോൾ തന്നെ അവിടുത്തെ വിളിക്കുവിൻ. ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന നാഥൻ നമ്മോട് നിത്യവും പറയുകയാണ്, അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ. ഈശോയെ ഒന്ന് നോക്കാൻ. നമ്മുടെ ഹൃദയത്തിലെ വേദനകൾ എന്തുമാവട്ടെ, ആവശ്യങ്ങൾ എന്തുമാവട്ടെ, പരാതികളാകട്ടെ, ഒന്നുമില്ലായ്മയാകട്ടെ, പാപബോധമാകട്ടെ, എല്ലാം ഈശോയുടെ അരികിലിരുന്ന് ഒന്ന് പങ്കുവയ്ക്കുവാമോ? നിന്റെ ഹൃദയത്തിൽ നിന്നുയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും സദാ ജാഗരൂകമായിരിക്കുന്നുവെന്ന് അവിടുന്ന് പറയുന്നു. സങ്കീർത്തനം 139:4 വചനം പറയുന്നുണ്ട്, ഒരു വാക്ക് എൻ്റെ നാവിലെത്തുന്നതിന് മുൻപേ കർത്താവെ അത് അങ്ങ് അറിയുന്നുവെന്ന്. ഹൃദയവും ഹൃദയവിചാരങ്ങളും അറിയുന്നവനാണ് അവിടുന്ന്. എങ്കിൽ അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ ഹൃദയത്തിലെ വികാരങ്ങളും വിചാരങ്ങളും അവിടുന്നുമായി ഒന്ന് പങ്കുവെക്കണമെന്ന്. ഈ പങ്കുവെക്കലാണ് യഥാർത്ഥമായ പ്രാർത്ഥന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം തിരിച്ചറിയണം, ഓരോ ദിവസവും ഓരോ നിമിഷവും
എനിക്കുണ്ടാകുന്ന അനുഭവങ്ങളുടെ, എൻ്റെ ചിന്തകളുടെ, എൻ്റെ സങ്കടങ്ങളുടെ, എൻ്റെ സന്തോഷങ്ങളുടെ പങ്കുവെക്കലാണ് യഥാർത്ഥമായ പ്രാർത്ഥന എന്ന് വിശുദ്ധ അൽഫോൻസാമ 24 മണിക്കൂറുകളിലും ഈ പങ്കുവെക്കലിലായിരുന്നു. അമ്മയുടെ സഹനങ്ങളിലും വേദനകളിലും അവൾ ഈശോയുമായി സംസാരിച്ചു. ഈശോയെ, ഞാൻ സഹിക്കട്ടെ, നീ എനിക്ക് സഹിക്കുവാൻ തന്നതല്ലേ, ഞാൻ സഹിക്കട്ടെ എന്ന്. അവളുടെ സഹനങ്ങൾ അകന്നില്ല. എന്നാൽ അവളുടെ ഹൃദയത്തിലെ പ്രാർത്ഥന അവൾക്ക് ആശ്വാസം നൽകി, സഹനശക്തി നൽകി. സഹനങ്ങൾ ഇല്ലാത്ത ദിവസം ഈശോയോട് അവൾ ചോദിച്ചു, നിനക്ക് ഇന്ന് എന്നോട് കെറുവാണോ എന്ന്. തൻ്റെ സ്നേഹിതന്റെ അരികിലിരുന്നുള്ള ഇത്തരം ചോദ്യങ്ങളായിരുന്നു അവളുടെ പ്രാർത്ഥനകൾ. മനസ്സിൽ മുറിവേറ്റാൽ ഓടിയെത്തിയത് കുരിശിനരികിലേക്കായിരുന്നു. ഈശോയുടെ കുരിശുരൂപത്തെ കെട്ടിപ്പിടിച്ച് അവൾ കരഞ്ഞു, അവളുടെ ഹൃദയങ്ങളെ പങ്കുവച്ചു. അവളുടെ വികാര വിചാരങ്ങളെ അവളുടെ നാഥന്റെ മുൻപിൽ അവൾ പറഞ്ഞു. ഇതായിരുന്നു അൽഫോൻസാമയ്ക്ക് പ്രാർത്ഥന. സന്തോഷം വന്നാലും സങ്കടം വന്നാലും പരാതി തോന്നിയാലും ഉള്ളിലുള്ളത് തൻ്റെ ആത്മനാഥനോട് പകരുന്ന സ്നേഹമായിരുന്നു അവളുടെ പ്രാർത്ഥന. തിരുസന്നിധിയിലായിരിക്കുന്ന നമുക്ക് ഈശോയെ ഒന്ന് നോക്കാം. ഒത്തിരിയേറെ അവിടത്തോട് പറയാനുണ്ട്. എൻ്റെ ഹൃദയത്തിൻ്റെ വേദനകൾ, എൻ്റെ ഹൃദയത്തിൻ്റെ ആകുലതകൾ, എൻ്റെ സ്വപ്നങ്ങൾ, എൻ്റെ നിരാശകൾ, എൻ്റെ സന്തോഷങ്ങൾ. ഈശോയുടെ സ്നേഹം അനുഭവിച്ച് എല്ലാം സ്വീകരിക്കുന്ന ആ ഹൃദയത്തിലേക്ക് നോക്കി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഈശോയുടെ മുൻപിൽ തുറന്നു വെച്ച് നമുക്ക് പങ്കുവെക്കാം. ആരാധന
വിശുദ്ധ ഗ്രന്ഥത്തിൽ കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ വേദനയും പേറി ദേവാലയത്തിൽ വന്ന് മുട്ടുകുത്തി നിന്ന് മൃദുസ്വരത്തിൽ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്ന ഹന്നായോട് നീ ഇവിടെ എന്തു ചെയ്യുകയാണെന്ന് ഏലി ചോദിച്ചു. ഹന്ന നൽകിയ മറുപടി ഇപ്രകാരമായിരുന്നു: കർത്താവിൻ്റെ മുൻപിൽ എൻ്റെ ഹൃദയവികാരങ്ങൾ ഞാൻ പകരുകയാണ്. പ്രിയപ്പെട്ടവരെ, വാചാലമായ പ്രാർത്ഥനകളേക്കാൾ ആയിരിക്കുന്ന അവസ്ഥകളെ ഒന്ന് ഈശോയ്ക്ക് സമർപ്പിക്കാം. നമുക്ക് ജോലിക്കിടയിലാണോ ഒന്ന് ഈശോയെ വിളിക്കാൻ തോന്നുന്നത്? അത് മതിയെന്നേ ഈശോയെ നമുക്ക് വിളിക്കാം, ഓർക്കാം. ആരും എൻ്റെ സങ്കടം കേൾക്കാനില്ല എന്ന് വേദന പേറിയവരാണോ നമ്മൾ? ഈശോയുടെ അരികിലേക്ക് ഒന്ന് ഓടി വരാനേ. ഒരു സ്നേഹിതനെ പോലെ അവിടുന്ന് നമ്മെ കേട്ടിരിക്കും. മറ്റാർക്കും കഴിയാത്ത വിധം അവിടുന്ന് നമ്മെ ആശ്വസിപ്പിക്കും. ഒരു കുഞ്ഞ് തൻ്റെ അമ്മയോട് സംസാരിക്കുന്നത് പോലെ, ഒരു സുഹൃത്ത് തൻ്റെ പ്രിയ സുഹൃത്തിനോട് മനസ്സ് തുറക്കുന്നത് പോലെ നമുക്കും ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ നിരന്തരം തുറന്നു വയ്ക്കാം. പ്രാർത്ഥന കേൾക്കുന്നവനാണ് അവിടുന്ന്. ഹൃദയങ്ങളെ സ്വീകരിക്കുന്നവനാണ് നമ്മുടെ തിരുമുൻപിൽ ഈ സമയങ്ങളിൽ ആയിരിക്കുന്നവൻ. സ്നേഹിക്കാം, പരാതി പറയാം, ദേഷ്യപ്പെടാം, ചിരിക്കാം, പ്രാർത്ഥിക്കാം. എല്ലാം ആ ഹൃദയത്തിലേക്ക് അവിടുന്ന് സ്വീകരിക്കും. നമ്മുടെ ജീവിതം മുഴുവനും, നമുക്ക് പങ്കുവയ്ക്കാനുള്ളവ മുഴുവനും ഈശോയുടെ ഹൃദയത്തിലേക്ക് പകർന്നു കൊടുക്കാം. ഈശോയുടെ അനുഗ്രഹവും ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നത അപ്പം നീ, നിത്യമഹോന്നത അപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തെ